വെൽക്കം ടു മലേഷ്യ അല്ല, വെൽക്കം ടു തായ്ലൻഡ് തന്നെയാണ്. പക്ഷേ നമ്മുടെ വ്ളോഗിൽ ഇന്ന് കുറച്ച് മലേഷ്യ കാണാനായിട്ട് പറ്റും. കാരണം കണക്റ്റിംഗ് ഫ്ലൈറ്റാണ്. ജേർണി സ്റ്റാർട്ട് ആവുന്നത് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട്. ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് കാണുന്നത്. അപ്പോൾ അവിടെ ഇമിഗ്രേഷൻ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ നൈസായിട്ട് കഴിഞ്ഞു. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ നല്ല പോലെ ഉണ്ടായിരുന്നു. ബോട്ടിൽസ് വെള്ളമൊന്നും എടുക്കാൻ പാടില്ല. പിന്നെ മെഡിസിൻസ് പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ കൊണ്ടുവന്നെങ്കിലും അതൊന്നും അവർ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. സോ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരുന്നത് മലേഷ്യൻ എയർലൈൻസ് ആയിരുന്നു, എക്കണോമിക് ക്ലാസ്. ഫ്ലൈറ്റിൽ കയറിയപ്പം യുബിയുടെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ്. കുറച്ച് പേടി ഉണ്ടായിരുന്നെങ്കിലും വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവന് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഉറങ്ങി. പിന്നെ ഇത് ട്രിപ്പിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഏജൻസി ഇല്ലാതെ പോയതുകൊണ്ട് ധാരാളം ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അതെല്ലാം ഈ വ്ളോഗിൽ തന്നെ ഷെയർ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ റൂമിലെത്തിയതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു വീഡിയോ എടുക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ല. തിരിച്ച് റൂമിലെത്തിയതിന് ശേഷം ടയേർഡായിരുന്നു, ഫുൾ ട്രാവലിംഗ് ആയതുകൊണ്ട്. അതുകൊണ്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് എണീറ്റതും ഞാൻ അങ്ങനെ ഒരു വ്ളോഗ് എടുത്തു വെച്ചിട്ടുണ്ട് തായ്ലൻഡിൽ വെച്ചിട്ട്. ഈ ഒരു വ്ളോഗിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ ആദ്യമേ പറയാം. മലേഷ്യൻ എയർപോർട്ട്, ഞങ്ങളുടെ ജേർണി ടു ബാങ്കോക്കിൽ ഞങ്ങൾ ചൂസ് ചെയ്ത ട്രാൻസ്പോർട്ട്, അതിൻ്റെ ഇൻഫർമേഷൻസ്, നേരെ റൂമിൽ നിന്ന് പ്ലാൻ അനുസരിച്ചുള്ള ഷോ, ദെൻ 7-Eleven സൂപ്പർ മാർക്കറ്റ്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൂടിയുള്ള വ്ളോഗ് നെക്സ്റ്റ് ഡേ ആണ്. വോയിസ് ഓവർ ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല. കാരണം ഷോർട്ട് വ്ളോഗ്സ് എല്ലാം ഞാൻ വോയിസ് ഓവറിലാണ് ഇട്ടിട്ടുള്ളത്. അത് കണ്ടാൽ ഡീറ്റെയിൽസൊക്കെ കിട്ടും. ഇതൊരു റിയൽ ആയിട്ടുള്ള വ്ളോഗ് എടുക്കണമെന്നാണ്. അവിടുത്തെ സൗണ്ടോട് കൂടിയ വ്ളോഗാണ്. ഞാൻ തായ്ലൻഡ് വ്ളോഗ് എല്ലാം എടുത്തു വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് വോയിസ് ഓവർ ചെയ്തിട്ടുള്ളത്. എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതാണ് മലേഷ്യൻ കോലാലംപൂർ എയർപോർട്ട്. നമ്മുടെ ഗേറ്റ് C21-23 സംതിങ് ആയിരുന്നു. സോ അതിലോട്ട് പോകാനായിട്ട് വന്നപ്പോൾ ഇങ്ങനെ ഒരു ട്രെയിൻ ഓപ്പണായി അകത്ത് കയറി. എയർപോർട്ടിനകത്ത് ഇങ്ങനെ ഒരു സർവീസ് ഉള്ള കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഇതൊരു സർപ്രൈസ് തന്നെയായിരുന്നു. ഒരു മെട്രോ ട്രെയിൻ എന്താണ് പറയേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അങ്ങനെ യുവിയുടെ ആദ്യത്തെ ട്രെയിനും ഫ്ലൈറ്റും ബസ്സും എല്ലാ യാത്രയും ഈ ഒരു ട്രിപ്പിലൂടെ തന്നെ കഴിഞ്ഞ് കിട്ടി. ഒരു പിടിയോടുകൂടി നിന്നെങ്കിലും ആ പിടുത്തമൊന്നും മതിയായിരുന്നില്ല. അവനെയും കൊണ്ട് നിൽക്കുമ്പോൾ നല്ല സ്പീഡായിരുന്നു. സോ റിയൽ സൗണ്ട് ഞാൻ ഇട്ട് കാണിക്കാം. വേറെ ഗേറ്റ് നമ്പേഴ്സ് C20 മുൻപുള്ള ഗേറ്റ് നമ്പേഴ്സ് ഉള്ളവർ ഇങ്ങനെ ഒരു സർവീസ് എയർപോർട്ടിൽ ഉണ്ടാവുമെന്ന് അറിയാൻ പോലും ചാൻസ് ഇല്ല. കാരണം ഇത് എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ഒരു ഐഡിയ ഇല്ല. അത്രയും വലിയ എയർപോർട്ടാണ് ഈ ഒരു മലേഷ്യൻ എയർപോർട്ട്. ഞങ്ങൾ കുറേ ദൂരം ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണ് ബാങ്കോക്ക് എയർപോർട്ടും. അങ്ങ് വലിഞ്ഞങ്ങ് കിടക്കുവാണ് എയർപോർട്ട്. ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം എവിടെയായിട്ട് വരുമെന്ന് ഒരു ഐഡിയ ഇല്ല. സോ ഇങ്ങനെ ഞങ്ങൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് പോലും ഉണ്ടായിരുന്നില്ല, ഒരു സ്ഥലത്തോട്ട് എത്തി, ഒരു പ്ലാറ്റ്ഫോമിലോട്ട് എത്തി. ഇതാ കാണുന്നതാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്ന ട്രെയിന്. കാണാൻ നല്ല രസമുണ്ട്. കുട്ടികളുടെ കളിപ്പാട്ടം പോലെ സ്പീഡിൽ പോകുന്നുണ്ട്. ഇതായിരിക്കും ആ ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ എയർപോർട്ട് ഫുള്ള് ചുറ്റി നടന്ന് കാണാനൊന്നും പറ്റില്ല. കാരണം നമ്മുടെ സമയം 2 hours ഒക്കെ ഉള്ളൂ. എവിടെ പോകണമെന്ന് അത്ര പിടിയൊന്നുമില്ലല്ലോ. പിന്നെ ഇവിടെയും സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ബോട്ടിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് കളയേണ്ടി വന്നു. മലേഷ്യൻ എയർപോർട്ടിൽ നമുക്ക് ആദ്യമായിട്ട് കണ്ട സാധനമാണ് ഈ ഒരു എസ്കലേറ്റർ. നമ്മുടെ അവിടെയൊക്കെ സ്റ്റെപ്പ് ടൈപ്പുള്ള എസ്കലേറ്റർ അല്ലേ, അതുപോലെയല്ല ഈ ഒരു ടൈപ്പ്. ഇതാകുമ്പോൾ നമുക്ക് ലഗേജും കൂടെ ഇങ്ങനെ ട്രോളി ഇത് കയറ്റാനൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ യുവിക്ക് ഇത് മതിയായിരുന്നു. അവന് ഫ്ലൈറ്റിൽ കയറണമെന്നില്ല, ഇതിൽ കയറുന്നതായിരുന്നു താല്പര്യം. അതുകൊണ്ട് ഞാൻ ഇവിടെയുള്ള അത്യാവശ്യമുള്ള എല്ലാ എസ്കലേറ്ററിലും ഒരു 10 പ്രാവശ്യം വെച്ച് കയറിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയതിന് ശേഷം ബാങ്കോക്ക് കോംപ്ലിമെൻ്ററി ഫുഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ എക്സ്പ്രഷനാണ് ഈ കാണുന്നത്. അത് ഞാൻ ഷോർട്ട്സായിട്ട് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ ബാങ്കോക്കിലെത്തി. ബാങ്കോക്കിൽ ഈ കാണുന്ന വിഷ്വൽ ഉണ്ടല്ലോ, അതൊരു 2 or 3 hours നമ്മൾ കടന്ന് നടന്നതിന് ശേഷമുള്ള വീഡിയോ ആണ്. ബാഗേജ് കിട്ടിയതിന് ശേഷം ഈ ബാഗേജ് കിട്ടാനായിട്ട്
നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കിയിട്ട് എത്രയോ ദൂരം ഞങ്ങൾ ഇങ്ങനെ നടന്നു. അത്രയും വലിയ എയർപോർട്ടായിരുന്നു. മലേഷ്യയിൽ ഞങ്ങൾ വിചാരിച്ചു മലേഷ്യൻ എയർപോർട്ട് നല്ല വലുതാണെന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇത് അതിനപ്പുറമായിട്ട് തോന്നി. ഒരു ഐഡിയ ഇല്ല, കുന്നിൻ്റെ അറ്റം ഞങ്ങൾ കണ്ടിട്ടില്ല. സോ അങ്ങനെ ബാഗേജുമായിട്ട് ഇങ്ങനെ നടന്നിട്ട് ഫസ്റ്റ് സിമ്മ് എടുക്കണമായിരുന്നു. അപ്പോൾ സിം എടുക്കാനായിട്ട് ക്ലൂക്ക് എന്ന് പറയുന്ന ഡെസ്ക് ഉണ്ട്. അത് എല്ലാം ഞാൻ പിന്നീട് കാണിച്ചു തരാം. ആക്ച്വലി ക്ലൂക്കിൻ്റെ അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. അവിടെ പോയിട്ടാണ് ഡേറ്റ സിമ്മ് എടുത്തത്. അല്ലാതെ കോളും ഡേറ്റയും അടങ്ങുന്ന സിമ്മ് നമ്മൾ 7-Eleven സൂപ്പർ മാർക്കറ്റിൽ പോയാണ് വാങ്ങും. അത് ഇന്നത്തെ വ്ളോഗിൽ തന്നെ ഉണ്ടാവും, കാരണം അവിടെ റേറ്റ് കുറവായിരിക്കും. ഇവിടെ ക്ലൂക്കിൽ കോൾ ആൻഡ് ഡേറ്റ അടങ്ങുന്ന സിമ്മ് കുറച്ച് റേറ്റ് കൂടുതലാണ്. പിന്നെ ഇപ്പം കാണിച്ച ഒരു ഡെസ്ക് ഉണ്ടല്ലോ, പട്ടായ ഹൂ സംതിങ്, അവിടെ നിന്നാണ് ബസ് ടിക്കറ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ബസ് ടിക്കറ്റ് എടുത്തിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. സോ അവൻ അവിടുത്തെ എയർപോർട്ടെല്ലാം വൃത്തിയാക്കി. ബാങ്കോക്കിലുള്ള ബസ് സ്റ്റാൻഡ് എന്ന് വെച്ചാൽ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട്. അപ്പോൾ എന്താണ് ഞാൻ കാണിച്ചു തരാം. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ ടാക്സിയൊക്കെ നിൽക്കുന്ന ഏരിയയിൽ തന്നെ ബസ്സും ഇപ്പുറത്തെ കുറേ ലൈനായിട്ട് അവർ ഉണ്ട്. 1, 2, 3 അങ്ങനെ ഒരു ലൈനിലാണ് ഈ ബസ്സൊക്കെ നിൽക്കുന്നത്. സോ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ എന്തൊക്കെയാണ് സെറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ക്ലൂക്കിൽ പോയി ഡേറ്റ സിമ്മ് കളക്ട് ചെയ്തു. ആൻഡ് പട്ടായ എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഡെസ്ക് ഉണ്ട്, അവിടെ പോയിട്ട് ബസ് ടിക്കറ്റ് കളക്ട് ചെയ്തു. ബസ് ടിക്കറ്റ് വന്നിട്ട് നല്ല റേറ്റ് കുറവാണ്. ഓക്കെ, ഞാൻ ബാക്കിയെല്ലാം റൂമിൽ പോയിട്ട് പറയാം. പട്ടായയിലാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത് 2 days. ഇതാണ് യുവിയുടെ ആദ്യത്തെ ബസ് യാത്ര. ട്രിവാൻഡ്രത്തുള്ള KSRTC ബസ്സിൽ കയറാനൊന്നും അവന് സമയം കിട്ടിയില്ല. ഇവിടെ തായ്ലൻഡിലുള്ള ബസ്സിലാണ് അവൻ ആദ്യമായിട്ട് കയറുന്നത് കേട്ടോ. യുവി, ഇതാണ് ബസ്സിൽ കയറിയിട്ടുണ്ടോ യുവി? ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറിയത് കുഴപ്പമില്ല. ബട്ട് അവൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തു. എന്നാലും ഉറങ്ങാനൊന്നും തീരെ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു അസ്വസ്ഥതയൊക്കെ കാണിച്ചു. എന്നാലും കുഴപ്പമില്ല, ഞങ്ങളൊട്ടും ഉറങ്ങിയില്ല. ക്യാബ് ബുക്ക് ചെയ്ത് പോകുന്നതിനേക്കാളും എത്രയോ മടങ്ങ് കുറവാണ്. പക്ഷേ നമ്മുടെ ടൈമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണം പോകാനായിട്ട്. കാരണം ക്യാബിലാണെങ്കിൽ ഇത്രയും നമ്മൾ ബസ്സിൻ്റെ ടൈം അനുസരിച്ച് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറങ്ങുന്നതും പോകാനായിട്ട് പറ്റും. പോകുന്ന വഴിയൊക്കെ നല്ല ക്ലീനാണ്. ഒരു ഗാർഡനിങ് പോലെ, ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ സൈഡിൽ കൂടെ പോകുന്ന പോലെ തോന്നി. ആൻഡ് തായ്ലൻഡിൻ്റെ ബാക്കിയുള്ള ഏരിയയൊക്കെ നമുക്ക് വഴിയെ കാണാം. കാരണം ഓരോ പ്ലേസിലും നമ്മൾ പോകുമ്പോഴും ഇതുപോലെ സൈഡൊക്കെ കാണാൻ പറ്റുമല്ലോ. അങ്ങനെ പോയി കുറച്ച് ട്രാവലിംഗ് ഉണ്ട് കേട്ടോ നമ്മൾ പട്ടായയിലെത്താനായിട്ട്. കാരണം ബാങ്കോക്ക് ടു പട്ടായ അത്യാവശ്യം 2 hours കൂടുതൽ ട്രാവലിംഗ് ഉണ്ട്. സോ ക്യാബ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ 1000 റേഞ്ചിൽ കൂടുതൽ എന്തായാലും വരും. ഇത് നമുക്ക് 300 തായ് ബാറ്റിനകത്തേ ആയിട്ടുള്ളൂ. ബട്ട് നമ്മൾ ടൈം കറക്റ്റായിട്ട് നോക്കണം. ബസ്സിൻ്റെ ടൈമിന് കറക്റ്റായിട്ട് എത്തുകയും പിന്നെ നമ്മൾ എന്തെങ്കിലും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാബായിരിക്കും നല്ലത്. കാരണം പെട്ടെന്ന് എത്താനായിട്ട് പറ്റും. ബ്ലോക്കിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നടന്നില്ല എന്ന് പറയാം. കുറച്ച് ലേറ്റായിപ്പോയി. ഇതാണ് നമ്മളിപ്പോൾ വന്ന ബസ്. ബാങ്കോക്കിൽ നിന്ന് പട്ടായ അതിലോട്ട് വന്ന ബസ്സിലാണ്. എന്നിട്ട് നമ്മൾ ബസ്സിൽ നിന്ന് ഇവിടെ ഇറങ്ങി ഇനി നമ്മുടെ ഹോട്ടലിലോട്ട് പോകണമെങ്കിൽ ഒരു ക്യാബ് വേണം. ഒരു 3 kilometer എന്തോ ഉള്ളൂ. പക്ഷേ ഒരു ബസ് സ്റ്റാൻഡ് പോലെയാണെന്ന് തോന്നുന്നു. ബസ് ഒതുക്കുന്നുണ്ട്. ക്ലൈമറ്റ് നോക്കിയാൽ നല്ല വെയിലാണ്, നല്ല ചൂട്. അങ്ങനെ ഹോട്ടലിലെത്തിയപ്പോൾ വീഡിയോ എടുക്കാനുള്ള സിറ്റുവേഷൻ അല്ലായിരുന്നു. കാരണം സമയം 3 മണിയായി. നമുക്ക് സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പോയിട്ട് വേണം അൽക്കസാർ ഷോയ്ക്ക് പോകാൻ. രണ്ടും ബുക്ക് ചെയ്തതാണ്. ഫുഡ് കഴിച്ചിട്ടില്ല. യുവിക്ക് ഫുഡ് ഉണ്ടാക്കണം, ഫ്രഷ് ആവണം, ഇങ്ങനെ പലതരം കാര്യങ്ങളായിരുന്നു. പിന്നെ ഫ്രഷ് ആയതിന് ശേഷം യുവിക്ക് ഫസ്റ്റ് ഫുഡ് ഉണ്ടാക്കണം, അതാണല്ലോ നമ്മുടെ മെയിൻ. അപ്പോൾ കെറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നോക്കിയപ്പം റൂമിലെ അഡാപ്റ്ററും ഇതുമായിട്ട് പറ്റുന്നില്ല. അത് ഇൻ്റർനാഷണൽ ട്രിപ്പിന് വരുമ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, പക്ഷെ ഓർത്തില്ല. സോ അവിടെ റൂമിലുള്ള കെറ്റിൽ വർക്കാവും. അപ്പോൾ അതിൽ കുറച്ച് അരിയൊക്കെ ഇട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നോക്കി. എങ്കിലും വിചാരിച്ചതുപോലെ നേരെ നടന്നില്ല. സോ അതൊക്കെ ഭയങ്കര ഒരു ടെൻഷൻ പിടിച്ച പണിയായിരുന്നു.
അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം സാഞ്ചുറി ഓഫ് ട്രൂത്തിന് പോകാനുള്ള സമയവും കിട്ടിയില്ല. ടിക്കറ്റ് എടുത്തത് വേസ്റ്റായി പോയി. സോ അത് കഴിഞ്ഞ് അൽക്കസാർ ഷോ എങ്കിലും ക്യാൻസലായി പോകരുതെന്ന് കരുതിയിട്ട് അതിന് പോകാനായിട്ട് റെഡിയായി. അങ്ങനെ അൽക്കസാർ ഷോയ്ക്ക് റെഡിയായി ഇറങ്ങി. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. ഈവനിങ് ടൈമിൽ തായ്ലൻഡ് ഇങ്ങനെയായിരിക്കും. പിന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ഡേയ്സൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. പോകുന്ന വഴിക്ക് ഒരു മലയാളി ഹോട്ടൽ നമ്മൾ കണ്ടു. യാദൃച്ഛികമായിട്ടാണ് ഒരു മലബാർ ഹോട്ടൽ. പക്ഷേ അവിടെ പോയി കഴിക്കാനൊന്നും പറ്റില്ല, കാരണം ഒരു ഇടയ്ക്കാണ്. ക്യാബിൽ നമ്മൾ വന്നപ്പോൾ ഇടയ്ക്ക് കണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഹോട്ടൽസും ഉണ്ട്, എവിടെയൊക്കെ ഉണ്ട് മലയാളി ഹോട്ടൽസ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊക്കെ എവിടെയൊക്കെ കാണുന്നുണ്ട്. ഹോട്ടൽസിൻ്റെ അടുത്തും ഒന്നുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ബിരിയാണി വാങ്ങിച്ചത്. പിന്നെ പറയാനുള്ളത്, അൽക്കസാർ ഷോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ 7-Eleven സൂപ്പർ മാർക്കറ്റിൽ പോയി. ഈ 7-Eleven സൂപ്പർ മാർക്കറ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ, ഇപ്പോൾ അൽക്കസാർ ഷോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റുള്ള ആ ഒരു ക്ലിപ്പ് കണ്ടാൽ മതി. അവിടെ പോയിട്ട് ഞങ്ങൾ ഒരു യൂണിവേഴ്സൽ അഡാപ്റ്ററൊക്കെ വാങ്ങിച്ചു, സിമ്മ് വാങ്ങി. മെയിനായിട്ടുള്ള 2 കാര്യങ്ങളായിരുന്നു. അപ്പോൾ റേറ്റ് കുറവാണ് കേട്ടോ ഈ 7-Elevenൽ. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു കുപ്പി വെള്ളം, ഒരു 1/2 ലിറ്റർ ബോട്ടിൽ പുറത്തു നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേയ്സിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് 50 തായ് ബാത്താണ്, 50 തായ് ബാത്തായിരുന്നു. അതേ ഇത് 7-Elevenൽ നമ്മളൊരു 1.5 ലിറ്ററിൻ്റെ ബോട്ടിലാണ് വാങ്ങാറ്, അത് 13 തായ് ബാത്താണ്. സോ ഇത്രയും ഡിഫറൻസാണ് പുറത്തും ഈ ഒരു 7-Eleven സൂപ്പർ മാർക്കറ്റിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 7-Eleven സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഉള്ളതാണ് ഏറ്റവും ഒരു ആശ്വാസം. ഇനി അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. സോ അടുത്ത് നമ്മൾ പോകുന്നത് അൽക്കസാർ ഷോയ്ക്കാണ്. ഈ കാറിൽ കയറിയതിന് ശേഷം ഏറ്റവും കൂടുതൽ കണ്ടത് ഇത് തന്നെയാണ്, മസാജ് സെൻറ്റർ. ഇത് ഷോപ്പിംഗ് ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. പട്ടായ നൈറ്റ് ബസാറാ. നമുക്ക് ടൗൺ ഇങ്ങോട്ട് വരണ്ടേ? ഇതാണെന്ന് തോന്നുന്നു, നോർത്ത് ആൻഡ് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, സെൻട്രൽ പട്ടായ. ചോട്ടി ബാല. ഇവിടെയാണ്. നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തതിന് ഇവിടെ കൊണ്ട് കാണിക്കണമെന്നായിരിക്കും.
ഷോ 45 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഷോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കുറച്ച് സമയം ആകുമ്പോഴേക്കും അതിലുള്ള ഡാൻസേഴ്സ്, ക്യാരക്ടേഴ്സ് അവരെല്ലാവരും ഇതുപോലെ ഇറങ്ങി ഫ്രണ്ടിലായിട്ട് വന്ന് നിൽക്കും. വേറെ ഒന്നിനുമല്ല, അവരുമായിട്ട് ഫോട്ടോസ് എടുക്കണമെങ്കിൽ 100 തായ് ബാത്ത് കൊടുക്കണം. 100 തായ് ബാത്ത് ആയതുകൊണ്ട് നമ്മൾ ഫോട്ടോസൊന്നും എടുത്തില്ല. അതവരുടെ ജീവിതമാർഗ്ഗമാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. കുറച്ച് നേരം അവരിവിടെ എല്ലാവരും ഇങ്ങനെ ഫ്രണ്ടിലായിട്ട് ഉണ്ടാവും. കാണാനൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ അൽക്കസാർ ഷോ അടിപൊളിയായിരുന്നു. ജസ്റ്റ് ഒരു ഡാൻസ് ഷോ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ബുക്ക് ചെയ്ത സമയത്ത്. പക്ഷെ അങ്ങനെയല്ല, നല്ല രസമുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മാറും. അവരുടെ കോസ്റ്റ്യൂംസൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് അങ്ങനെ ഒരു ലൈറ്റ് എഫക്റ്റും എല്ലാം ആയിട്ട് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരിത് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായി അതിലില്ല. സോ തായ്ലൻഡിൽ വരുമ്പോൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ടിക്കറ്റിന് പുറത്താണ് നമ്മൾ കണ്ടപ്പോൾ. അങ്ങനെ അൽക്കസാർ ഷോ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ 7-Eleven സൂപ്പർ മാർക്കറ്റിൽ പോയി. പറഞ്ഞതുപോലെ ഒരു അഡാപ്റ്റർ വാങ്ങാനുമുണ്ട്, പിന്നെ സിം വാങ്ങണം, വേറെ എന്തെങ്കിലും നൈറ്റ് കഴിക്കാനായിട്ട്. ഡിന്നർ ഒന്നും ആയിട്ടില്ലല്ലോ. കരുവാട് ഷോപ്പ് ഇതാണ്. 7-Eleven സ്റ്റോറ്. ഇത് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും അഫോർഡബിളായിട്ട് കിട്ടും. ഇത് എല്ലാ ഏരിയയിലും ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. സ്പേസ് കുറവല്ലേ, എല്ലാം കൂടെ ഇരിക്കുകയാണ് ഒരുമിച്ച്. നൂഡിൽസ് ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നു. വാങ്ങാം. നൂഡിൽസ് ഐറ്റംസ് ഇരിക്കുന്നുണ്ടോ? നമുക്കിതിൽ എന്തെങ്കിലും അറിയാമോ? അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷിലെങ്കിലും എഴുതിയിട്ടുണ്ട്. സിമ്മൊക്കെ ഇവിടെ ഉണ്ട്. അവിടുന്ന് നേരെ ഹോട്ടലിലേക്ക് തിരിച്ചു. ക്യാബ് ബുക്ക് ചെയ്താണ് പോയത്. അപ്പോൾ ക്യാബ് ബുക്ക് ചെയ്യാനൊക്കെ ഒരു ആപ്പ് വഴിയാണ്. അത് ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ സ്റ്റാർട്ടിങ്ങേ പറയുന്നുണ്ട് ഏതൊക്കെ ആപ്സാണ് ആവശ്യമെന്ന്. എന്നിട്ട് അടുത്തൊരു 7-Eleven ഉണ്ടായിരുന്നു ഹോട്ടലിൻ്റെ അടുത്ത്. അതാണ് ഈ 7-Eleven. ഇത് നല്ല കുറച്ച് വലുതാണ്. ഒരു കപ്പ് നൂഡിൽസോട് കൂടി ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുന്നു. ആദ്യമായിട്ടാണ് ഒരു കപ്പ് നൂഡിൽസ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ഡിന്നർ. കുഴപ്പമില്ല, തരക്കേടില്ലാത്ത ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നാളത്തെ വ്ളോഗിൽ തായ്ലൻഡിൻ്റെ ബാക്കി വിശേഷങ്ങൾ കാണാം. താങ്ക് യു.